കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയതാളം നിലയ്ക്കുന്നു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ വിതരണം അവസാനിപ്പിച്ചേക്കും. 30 കോടിയിലധികം രൂപ കുടിശ്ശിക വന്നതോടെയാണ് വിതരണ കമ്പനികളുടെ തീരുമാനം. സ്റ്റെന്റ്, വാൾവ് തുടങ്ങിയവ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് കുടിശ്ശിക നൽകാത്തതിനെ തുടർന്നാണ് ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകുന്നത്. സർക്കാർ പണം അനുവദിക്കാത്തതിനാൽ 30 കോടിയിലധികം രൂപയാണ് കമ്പനികൾക്ക് കുടിശ്ശിക വന്നിരിക്കുന്നത്. ഇതോടെ ഏപ്രിൽ മാസത്തോടെ വിതരണം നിർത്തിവെക്കാനാണ് വിവിധ കമ്പനികളുടെ അസോസിയേഷനുകളുടെ തീരുമാനം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് 2022 ഡിസംബർ വരെയുള്ള KBFിൻ്റെ പേയ്മെൻറ്റും 2023 വരെ മെയ് വരെയുള്ള കാസ്പിൻ്റെ പേയ്മെൻറ്റും നമുക്ക് അവിടെ മുതൽ കിട്ടാനുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 14 മാസത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഏകദേശം ഒരു 30 ക്രോസിൻ്റെ അടുത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പം 2023 ഡിസംബർ വരെയുള്ള പേയ്മെൻറ്റെങ്കിലും നമുക്ക് ഈ വരുന്ന മാർച്ച് എൻഡോടുകൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏപ്രിൽ മുതൽ സ്റ്റോക്ക് റീപ്ലേസ് ചെയ്ത സ്റ്റോക്ക് പാരന്റ് കമ്പനി തരുകയുള്ളൂ. കാരുണ്യ, ബെനവലന്റ് സ്കീം, സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നിവയിലേക്കായി സ്റ്റെന്റ്, ഗൈഡ് വയർ, ബലൂണ്, വാൾവ് എന്നിവയാണ് കമ്പനികൾ നൽകുന്നത്. ആശുപത്രി സൂപ്രണ്ടിനടക്കം നിരവധി പരാതികൾ നൽകിയിട്ടും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ജനുവരി 1 ആശുപത്രി സൂപ്രണ്ടിന് നോട്ടീസ് നൽകിയിരുന്നു. 60 ദിവസം പിന്നിട്ടിട്ടും പണം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇല്ലെങ്കിൽ നിർധനരായ നിരവധി രോഗികളുടെ ചികിത്സയാണ് മുടങ്ങുക. ജനം, കോഴിക്കോട്.